നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അസംബ്ലി ഡ്രോയിങ് ആണ്. സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അസംബ്ലി ഡ്രോയിങ്. അസംബ്ലി ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം, നമുക്ക് ഉറപ്പായിട്ടും 25 മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണ് അസംബ്ലി ഡ്രോയിങ്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. അസംബ്ലി ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്ന് രണ്ട് കുറേ പാർട്സുകളുടെ ഡയഗ്രം തരും. അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുക, അസംബിൾ ചെയ്തിട്ടുള്ളൊരു ഡ്രോയിങ് വരയ്ക്കുക. ഇതാണ് അസംബ്ലി ഡ്രോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസംബ്ലി വ്യൂ ഓഫ് എ വി ബ്ലോക്ക് വിത്ത് ക്ലാമ്പ്. വി ബ്ലോക്ക് വിത്ത് ക്ലാമ്പ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്നതാണ് വി ബ്ലോക്ക്. അതിൻ്റെ ക്ലാമ്പാണിത്, അതിന് ക്ലാമ്പിന് ഫിക്സ് ചെയ്യുന്ന സ്ക്രൂ ആണിത്. ഇനി ഒരു ഹാൻഡിലും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ആയിട്ടുള്ള ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, വി ബ്ലോക്ക്. ഒരു വർക്കിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വർക്കിനെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട ഒരു വർക്കിനെ നമ്മളിപ്പോൾ ഒരു വർക്ക് പീസിനെ ഡ്രില്ല് ചെയ്യുകയും മെഷീൻ ചെയ്യുകയും മില്ലിങ് ചെയ്യുകയൊക്കെ വേണമെങ്കിൽ ആ വർക്ക് പീസിനെ നമുക്ക് ഇവിടെ റൗണ്ട് ആയിട്ടുള്ള വർക്ക് പീസിനെ നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം ഈ ക്ലാമ്പും വെച്ച് ഈ സ്ക്രൂവും വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് അവിടെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ഇത്തരം കുറേ ഡയഗ്രാംസ് ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് വി ബ്ലോക്കിൻ്റെ സൈഡ് വ്യൂ തന്നിരിക്കും, അതിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നിരിക്കും, ആ ക്ലാമ്പിൻ്റെ ഒരു വ്യൂ തന്നിരിക്കും, ക്ലാമ്പ് സ്ക്രൂ തന്നിരിക്കും, അതിൻ്റെ ഹാൻഡിൽ തന്നിരിക്കും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരുന്ന ഡയഗ്രാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന, അസംബ്ലി ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുക. മുകളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡേറ്റാസ് വെച്ചുകൊണ്ട് നമ്മളിത് വരയ്ക്കുക. ആ മെഷർമെൻറ്റ്സ് നോക്കി ഇത് വരയ്ക്കുക. വലിയ പാടുള്ള കാര്യമല്ല, നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കിയേ, ആദ്യം ഈ വി ബ്ലോക്ക് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് എത്രയാണ്? 60 mm ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, നമുക്ക് 60 mm ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. ഞാനിവിടെ മാർക്ക് ചെയ്തു 60 mm ആണ്. ഓക്കെ, 60 mm മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ മുതൽ ഇത്രയും പോർഷൻ വന്ന് ഒരു സ്ലോട്ടുണ്ട്, വീണ്ടും ഇത്രയും വന്നിട്ട് വീണ്ടും ഒരു സ്ലോട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും അല്ലേ. ദെൻ മുകളിൽ വന്നതിന് ശേഷം ഒരു 90 ഡിഗ്രി ഇൻക്ലിനേഷൻ ഇങ്ങനെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഇത്രയാണല്ലോ വരയ്ക്കേണ്ടത്. ഇത്ര വരയ്ക്കാൻ വേണ്ടി നമുക്ക് മെഷർമെൻ്റ് എല്ലാം അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അത് നോക്കി നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇത് മുതൽ ഇതുവരെ 15 mm ആണ്. അത് കഴിഞ്ഞൊരു 12 mm ഗ്യാപ്പ് കഴിഞ്ഞ് സ്ലോട്ടാണ്, വീണ്ടും 10 mm, പിന്നെ 4 mm. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് എത്ര മാർക്ക് ചെയ്യുക? ഒരു 15 mm മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും, ശരിയല്ലേ. പിന്നെ നമ്മളൊരു ഗ്യാപ്പാണ് 12 mm. ആ 12 mm കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര ഉണ്ട്? ഒരു 10 mm. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു 10 mm മാർക്ക് ചെയ്തു. പിന്നെ ഒരു 8 mm സ്ലോട്ടാണ്, അത് നമ്മൾ വിട്ടതിന് ശേഷം പിന്നെ അവിടെ ഒരു 20 mm നമ്മൾ വിട്ട് രണ്ട് സൈഡ് നമ്മൾ 20 mm എടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം ഇതിൻ്റെ സ്ലോട്ട് എത്രയാണ്? 4 mm, 8 mm, 4 mm, 8 mm അല്ലേ. ഇതൊക്കെ അല്ലേ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഒരു 4 mm ഇത് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 8 mm ഇത് മാർക്ക് ചെയ്തു, വീണ്ടും ഒരു 4 mm മാർക്ക് ചെയ്തു, പിന്നെ ഒരു 8 mm മാർക്ക് ചെയ്തു. ഇത്രയും പറഞ്ഞ വ്യക്തമാണ്. ഇതെത്രയായിരുന്നു? 15, 12, 10, 8, 20. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ മെഷർമെൻറ്റ് അല്ലേ. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 ആയിരുന്നു, ഇത് 8 ആയിരുന്നു. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ 60ക്ക് ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യേണ്ടേ. സെൻട്രൽ എന്ന് പറയുമ്പോൾ 60യുടെ മിഡിൽ എന്ന് പറയുമ്പോൾ 30. ആ 30 നമ്മൾ നോക്കിയതിന് ശേഷം നമ്മളിതിനൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടു. ഇനി ഇവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് എത്രയാണ്? 10 mm അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു 10 mm എടുത്തു, ഇവിടെയും ഒരു 10 mm എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? 10 mm എടുത്തു. അതിനുശേഷം നമുക്കിനി ഇത് വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് വരയ്ക്കാൻ വേണ്ടി നോക്കി, ഈ സെൻട്രൽ ലൈൻ ഈ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലേ. ഇത്രയും പോർഷൻ 45 ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കില്ലേ ഒരു ട്രയാങ്കിൾ. നോക്കിയാൽ കൺസിഡർ ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇത് 45 ആണെന്നുണ്ടെങ്കിൽ ഇതും 45 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 90 ആയിരിക്കും. നമ്മൾ ഈ പോയിന്റ് പ്രൊട്രാക്ട് വെച്ചിട്ട് നമ്മളൊരു 45 എടുത്താലും പോരെ? അതുപോലെ നമുക്ക് അങ്ങനെ എടുക്കാം. ഇതേ പ്രൊട്രാക്ട് ഇങ്ങനെ വയ്ക്കുക, ഈ പോയിന്റ് വയ്ക്കുക, ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടെ നിന്നൊരു 45 മാർക്ക് ചെയ്യുക. ആ 45 വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. അതുപോലെ പ്രൊട്രാക്ടർ ഈ സൈഡ് വയ്ക്കുക, ഇവിടെ നിന്നൊരു 45 മാർക്ക് ചെയ്യുക, അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ശരിയല്ലേ. അതിനുശേഷം നോക്കിയേ, ഈ സെൻട്രൽ ലൈൻ്റെ ഇത് മൊത്തം 4 ആണ്. ഈ സെൻട്രൽ ലൈൻ്റെ ഇപ്പുറത്തോട്ടൊരു 2, ഇപ്പുറത്തൊരു 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 2 ഇങ്ങോട്ട്, ഇവിടെ നിന്നൊരു 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചൂടെ. അപ്പോൾ ഈ രണ്ട് ലൈനിലൊന്ന് മീറ്റ് ചെയ്യുമല്ലോ ഈ പോയിന്റ്. കണ്ടോ? ശരിയല്ലേ. ഇനി ഇതിൻ്റെ സ്ലോട്ടിൻ്റെ താഴത്തെ ഇത് ഡെപ്ത് എത്രയാണ്? 5 mm അല്ലേ. ഇവിടെ നിന്നൊരു 5 mm മാർക്ക് ചെയ്യുക, അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇത്രയും പോർഷൻ നമുക്ക് കിട്ടി. സിമ്പിളല്ലേ. ഇത്രയും പോർഷൻ നമ്മൾ വരച്ച് വെച്ചേക്കാണ്. ഇനി ഇതിനകത്ത് എന്ത് വരയ്ക്കുക? ഇത്രയും പോർഷൻ വരച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് എന്ത് വരയ്ക്കുക? നോക്കിയേ,
ഇത്രയും പോർഷൻ നമുക്ക് പായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്ത് വരയ്ക്കുക? അതായത് ഈ ഒരു ക്ലാമ്പ് വരയ്ക്കുക. ഈ ക്ലാമ്പ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ക്ലാമ്പിൻ്റെ കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. നോക്കിയേ, ക്ലാമ്പിൻ്റെ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഈ ക്ലാമ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 4 mm ആണ്. അതേസമയം ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് 9 mm ഉണ്ട്. ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മുകളിലത്തെ സ്ലോട്ടിലാണോ താഴത്തെ സ്ലോട്ടിലാണോ? മുകളിലത്തെ സ്ലോട്ടിലല്ല, അതായത് ഇവിടെയല്ലേ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഒന്നുകൂടെ നോക്കാം. നോക്കിയേ, 9 mm ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി ഇത് എത്രയുണ്ട്? 4 ഉണ്ടല്ലേ, ഇത് ഇത്ര 4 ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഒരു 9 mm എടുത്തു. ഇതാ നോക്കിയേ, 9 mm മാർക്ക് ചെയ്തു. ഈ സൈഡിൽ നിന്ന് നമ്മൾ 9 mm മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ, ഇതിൻ്റെ വീതി 8 ആയിരുന്നു, ഇവിടെ 8 ആയിരുന്നു, ശരിയായിരുന്നു, ഇവിടെ 8 ആയിരുന്നു. ഓക്കെ, ഇത് മുതൽ ഇവിടെ ഒരു സെൻട്രൽ ലൈൻ വരെ, ഈ പോർഷൻ വരെ, നമ്മൾ ഈ കർവ് വരയ്ക്കുന്നതിന് മുന്നേ വരെ, ഇത് മുതൽ ഇതുവരെ 80 ഉണ്ടല്ലേ, അതായത് ഇത് മുതൽ ഇതുവരെ 80 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളൊരു 80 എടുത്തതിന് ശേഷം നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടു. കണ്ടോ, നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടു. അതിനുശേഷം ഇതിനെ നേരെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി. കണ്ടോ, ഇനി ഇതിൻ്റെ വീതി എത്രയാണ്? 4 അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുന്ന കറക്റ്റ് വരച്ചാൽ അത് 4 തന്നെ ആയിരിക്കും. ഇതുപോലെ ഇവിടെ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്തു? മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇത്രയും വരച്ച് വെച്ചേക്കാണ്. ഇനി എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എടുക്കുക. നോക്കിയേ, കോമ്പസ് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എടുക്കുക, ഒരു കർവ് വരയ്ക്കുക. വീണ്ടും അടുത്ത 4 mm കൂട്ടിയെടുക്കുക, ഇവിടെ നിന്ന് കർവ് വരയ്ക്കുക. അപ്പോൾ അത് രണ്ടും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, നമുക്കിതാ ഇങ്ങനെ വരച്ചു. ശരിയല്ലേ? ഇത് രണ്ടും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പോർഷനായി കഴിഞ്ഞു. എത്രയും പോർഷനായി നോക്കിയേ, വി ബ്ലോക്കായി. ഇങ്ങനെ ക്ലാമ്പ് നമ്മൾ വരച്ച് വെച്ചേക്കാം. ഇനി ക്ലാമ്പിൻ്റെ മുകളിൽ ഇതാ ഇത്രയും ഒരു പോർഷൻ വരയ്ക്കാനില്ലേ, ഈ ഒരു പോർഷൻ വരയ്ക്കാനില്ലേ, നമുക്ക് നോക്കാം. കണ്ടോ, ക്ലാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നട്ട് വരുന്ന ഒരു പോർഷൻ വരയ്ക്കാൻ, ഒരു ഹെക്സഗണൽ നട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, ഈ ഹെക്സഗണൽ നട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്ക് താഴെ ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ട്, M6/1.5 എന്ന് പറയുന്നത്. കേട്ടോ, M6/1.5. നമ്മൾ നോക്കാം, ഇവിടെ എഴുതാൻ M6/1.5 എന്ന് പറഞ്ഞാൽ M6 എന്ന് പറഞ്ഞാൽ എൻ്റെ മേജർ ഡയമീറ്റർ 6 ആണ്. ഓക്കെ, നമ്മളൊരു ഹെക്സാഗണൽ നട്ട് വരച്ചപ്പോൾ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2D ആയിരുന്നു അല്ലേ. M6 എന്ന് പറയുമ്പോൾ 6 mm ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2D ആയിരുന്നു. 2D എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആയിരുന്നെങ്കിൽ 2 × 6 എത്രയാവും? 12 mm വരും. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട നട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 12 mm ആണ്. നമ്മൾ ഈ സെൻട്രൽ ലൈനിൻ്റെ ഇങ്ങോട്ട് ഒരു 6 എടുക്കുക, ഇങ്ങോട്ടൊരു 6 എടുക്കുക, ഇത് വരയ്ക്കുക. ശരിയല്ലേ? ഇനി ഒരു ഹെക്സാഗണൽ നട്ട് വരയ്ക്കുമ്പോൾ കണ്ടോ, ഇത് 2D ആയിരിക്കും, ഇത് D ആയിരിക്കും. ഓക്കെ, ഇത് 2D ആയിരിക്കും, ഇത് D ആയിരിക്കും. അപ്പോൾ താഴേക്ക് എത്ര തന്നെ എടുക്കണം? ഒരു 6 എടുക്കണം. കണ്ടോ, മനസ്സിലായോ? ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 3 എടുക്കുക, ഇങ്ങോട്ട് 3 എടുക്കുക, അതായത് ആ 6 mm വരുന്നത്. കണ്ടോ, അതിനുശേഷം നമ്മൾ എന്ത് വരയ്ക്കുക? ഈ ഒരു സ്ക്രൂ വരയ്ക്കുക. കണ്ടോ, ഈ സ്ക്രൂ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്ക്രൂവിന് ലെങ്ത് ഉണ്ട്, ഈ സ്ക്രൂവിന് ലെങ്ത് ഉണ്ട്. സ്ക്രൂവിൻ്റെ ലെങ്ത് എത്രയാണ്? എന്നാ നോക്കി, 71 ആണ്. സ്ക്രൂവിൻ്റെ ലെങ്ത് എത്രയാണ്? 71 ആണ്. അപ്പോൾ സ്ക്രൂ എവിടെയാണ് നിൽക്കുന്നത്? സ്ക്രൂ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെക്സഗണൽ നട്ടിനെക്കാട്ടിയും കുറച്ച് മുകളിലാണ്. കണ്ടോ, അതായത് ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് 71 എടുക്കുക, ഈ പോർഷനിൽ നിന്ന് 71 എടുക്കുക. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഇവിടെ വന്ന് തീരും. ഓക്കെ, ഇത്രയും നമ്മൾ വരച്ചു. നോക്കിയേ, കണ്ടോ, ഈ പോർഷൻ ഇത് മുതൽ ഇതുവരെ 71 ആണെന്നറിയാം, അത് നമ്മൾ മാർക്ക് ചെയ്ത് ഇത്രയും വരച്ചേക്കുകയാണ്. ഇനി എന്താ വരയ്ക്കേണ്ടേ? ഇനിതാ ഈ ഒരു സ്ക്രൂ ഹാൻഡിൽ വരയ്ക്കാൻ വേണ്ടിയുള്ള പോർഷനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കി, അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഇതുവരെ ഉണ്ട്. ഈ സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് മൊത്തം 14 ആണ്. അപ്പോൾ ഇങ്ങോട്ട് 7 മാറ്റുക, ഇങ്ങോട്ട് 7 മാറ്റുക. ശരിയല്ലേ? ഇങ്ങോട്ട് 7, ഇങ്ങോട്ട് 7. നമ്മളത് രണ്ടും മാർക്ക് ചെയ്തു. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 19 എന്ന് പറയുന്നുണ്ട്. നമ്മളതിങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതെത്രയാണ്? ആ സ്ലോട്ട്, ആ ഹാൻഡിലിടാൻ വേണ്ടി 6 mm ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 19, ഈ 19ൻ്റെ പകുതി എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്യുക.
ശരിയല്ലേ? ഈ 19ൻ്റെ പകുതി ഈ സെൻട്രൽ ലൈനിൽ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 3 അങ്ങോട്ട് 3 ഇങ്ങോട്ട്, കണ്ടോ? അതിനുശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്തു. അതല്ലേ ഇത്? മനസ്സിലായോ? ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റാസ് ആയി കഴിഞ്ഞു. ഇനി എന്ത് വരയ്ക്കുക? ഇനി ഇതാ ഈ ഒരു ഹാൻഡിലാണ് അതിനകത്ത് വരയ്ക്കാനുള്ളത്. ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഈ സ്ലോട്ടിൽ വരയ്ക്കുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഹാൻഡിൽ നോക്കിയേ, ഇതും കൂടെ വരച്ചാലേ ഫുള്ളി ആവും. ഈ ഒരു ഹാൻഡിലൂടെ നമുക്ക് വരയ്ക്കണ്ടേ? നമുക്ക് ബാക്കിയുള്ള എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഒരു ഹാൻഡിലൂടെ വരച്ചാൽ ഹാൻഡിൽ വരയ്ക്കാൻ വേണ്ടി ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഹാൻഡിൽ മൊത്തത്തിൽ 69 ഹാൻഡിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് 69ൻ്റെ പകുതി ആകുമ്പോൾ എത്രയായി? 69ൻ്റെ പകുതി 34 അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 34 മാർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 34 മാർക്ക് ചെയ്യുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇതുവരെയും ഇവിടെ നിന്ന് ഇതുവരെയും. അതിനുശേഷം ദാ ഇങ്ങനെ ആക്കുന്നു, കണ്ടോ? ഇപ്പം ഹാൻഡിലായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാൻഡിലിൻ്റെ ഒരിടത്ത് വീതി 8 ഇവിടെ 10 തിക്നെസ് രണ്ടും 5 ശരിയല്ലേ? അപ്പോൾ നമ്മൾ വീതി എത്രയാണ്? ഇപ്പോൾ ഈ സെൻട്രൽ ലൈൻ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് 8 എന്ന് പറയുമ്പം ഇങ്ങോട്ട് 4 എടുക്കുക, ഇങ്ങോട്ട് 4 എടുക്കുക, വീതി 5 തന്നെയാണ്. 5 4 4 8. ഓക്കെ. അതുപോലെ ഇവിടെ 10 വീതി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് 5 എടുക്കുക, ഇങ്ങോട്ട് 5 എടുക്കുക, വീതി ഇവിടെ 5 തന്നെയാണ്. ഇത് 5, ഇത് 5, ഇത് 10. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ ഒരു വ്യൂ, അസംബ്ലി വ്യൂവിൻ്റെ ഇത്രയും പോർഷൻസ് ആയി കഴിഞ്ഞു അല്ലേ? ഇത്രയും പോർഷൻസ് നമുക്ക് ഇപ്പോൾ ആയി കഴിഞ്ഞു. ഇനി ഏതാണ്? ഇത് അതിൻ്റെ സൈഡ് വ്യൂ ആണ്, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ശരിയല്ലേ? ഈ സൈഡ് വ്യൂ ഇതാണ്, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ. അത് വരയ്ക്കാൻ വേണ്ടി ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനെല്ലാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതാ നോക്കിയേ, കണ്ടോ? ഇവിടെ നിന്നൊരു സ്കെയിൽ എടുത്ത് വെച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ എന്തായി? ഇത്രയും ഡേറ്റാസായി. ഇത്രയും ക്ലോസ് ചെയ്തു. ഇവിടുത്തെ ഡയമെൻഷൻ എത്രയാണ്? 75. ഇങ്ങോട്ടൊരു 75 എടുത്തു. നമ്മൾ ഇങ്ങോട്ടൊരു 75 എടുത്തു. ഇവിടെ വരെ നമ്മളൊരു 75 ഡിസ്റ്റൻസ് എടുത്തു. ഇത് മുതൽ ഇതുവരെ 75. ഓക്കെ, ഇത്ര ഒരു 75 എടുത്തു. അതിനുശേഷം എന്താ വേണ്ടത്? ഈ ഒരു സെൻട്രൽ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഈ ഒരു സ്ലോട്ട് നമുക്ക് കാണണം. ഈ സ്ലോട്ട് ഇന്നലൊരു സ്ലോട്ട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ ഇട്ടേക്കുന്നത്, കണ്ടോ? അപ്പോൾ ഈ സ്ലോട്ടിനനുസരിച്ചുള്ള ഡോട്ടർ ലൈൻ കണ്ടോ? സ്ലോട്ടിനനുസരിച്ചുള്ള അത് നമ്മൾ കൊടുത്തു. ഇത്രയുള്ള ആ ഒരു പോർഷനിൽ. ഇനി എന്താണ് വേണ്ടത്? ഇനി ഇവിടെ സ്ക്രൂ ഇതുവരെയല്ലേ നിൽപ്പോളൂ, പക്ഷേ ഇവിടെ ഇതുവരെ കാണിച്ചിട്ടില്ലേ? സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ വരില്ലേ? അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ മാക്സിമം അതുവരെ വരച്ചേക്കുന്നത്. അതിനുശേഷം ഈ 75ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ കിട്ടും. അത് നമ്മൾ മാർക്ക് ചെയ്യുക, 75ൻ്റെ പകുതി. അതിനുശേഷം എന്ത് വരയ്ക്കുക? ഇത് മുതൽ നോക്കി, ഇത് മുതൽ ഇതുവരെ വരച്ചിടുക, കണ്ടോ? ഇതെത്രയാണ്? നമുക്കൊരു ഇതിൻ്റെ വീതി എത്രയാണ്? 6 ആയിരുന്നു അല്ലേ? അതായത് ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 3യും അത് വെച്ച് നമ്മൾ വരച്ചു. ഇത്രയും പോർഷനായി. ഇനി ഈ ഒരു പോർഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതെല്ലാം നമ്മൾ ഇതിന് പാരലായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഇതിന് പാരലായിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ, ഇത് ഏകദേശം ഇങ്ങനെ വരും, ഇവിടെ വരും കേട്ടോ. ഇങ്ങനെ പോർഷൻ വരും, പിന്നെ 2 സർക്കിൾ വരും. ഈ സർക്കിൾ ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ താണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കാണുന്നതാണ്ട് ഈ വ്യൂവിൻ്റെ സർക്കിളാണ് ഈ കിടക്കുന്നത്. ഈ ബോക്സാണിത്, കണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വി ബ്ലോക്ക് വിത്ത് ക്ലാമ്പ്.